ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മോൺസ്റ്റർ ഫിലിമിലുള്ള ഹൂബ എന്നിട്ടുള്ള ഒരു ചെറിയ ബേബി മോൺസ്റ്ററിനെയാണ്. അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു ബേബി മോൺസ്റ്ററാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ആ ഫിലിം മൊത്തം അതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു വൈറ്റ് കളർ നൂലാണ്. ഇത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ക്രോഷറ്റിൻ്റെ നീഡിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ, കാരണം അത്രയ്ക്ക് വലിയ അതൊന്നും വരുന്നില്ല. കാരണം നമ്മളിതിന് ഹെഡ് പാർട്ടും ബോഡി പാർട്ടും കൂടിയും ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. 7 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുള്ള ഒരു മാജിക് റിങ് ചെയ്യുക ഫസ്റ്റ് തന്നെ. എന്നിട്ട് അതിന് ഫുള്ളാക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെ ഉള്ളിൽ 2 വീതം ചെയ്ത് കൊടുക്കാറുണ്ട്. ഒന്നിൻ്റെ ഉള്ളിൽ 2 ആണെങ്കിൽ പിന്നെ വരുന്ന സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ 2 വീതം ചെയ്ത് കൊടുക്കാൻ 1 2 1 2 എന്നുള്ള രീതിയിൽ ഇത് ആ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് തരേണ്ട, പകുതി മാത്രം ചെയ്യാം. ഒരു 4 സ്റ്റിച്ചിന് അവിടെ വെറുതെ വെക്കാം. അതിനോട് നമുക്ക് വേറെ ഇതുണ്ട്, എന്താ വെച്ചാൽ ലെഗിൻ്റെ അവിടെ ഒരു ചെറിയൊരു നമ്മളിപ്പോൾ കാലിൻ്റെ വിരൽ പോലെ ഉണ്ടാവില്ലേ, അതേപോലെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ റൗണ്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന റൗണ്ടിൽ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വൃത്തിക്ക് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് അടിയിലുള്ള റൗണ്ടിൽ തന്നെ ചെയ്യുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളത്. അത് നമ്മൾ വിരലുകളൊക്കെ ചെയ്യില്ല, അതേപോലെ ചെയ്യേണ്ടത്. അത് ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ച് പോലെ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഞാനൊരു സിംഗിൾ ക്രോഷേൻ്റെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് സെയിം ഇതിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് സെയിം ആ ക്രോഷേ ചെയ്തതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. ഇതേപോലെ നമ്മൾ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അത് 3 ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ പൂവിൻ്റെ ഇതൊക്കെ ചെയ്ത സമയത്തും ഡോസ് ചെയ്ത സമയത്തും ചെയ്തിരുന്നില്ല, കാലിൻ്റെ ലെഗിൻ്റെ ചെയ്യുന്ന സമയത്ത് 2 സൂചി എടുക്കാണ്ട് ഒന്നിൻ്റെ ഉള്ളിൽ, അത് ഉള്ളിലുള്ള വരുന്നതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം നീട്ടിൽ കൊണ്ടുപോയിട്ട് തുന്നുന്നത്. സെയിം അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അതൊരു ഫുള്ള് റൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 റിങ് മാത്രം സിംഗിൾ ക്രോഷേ ചെയ്ത് വരിക. ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഒരു 3 റിങ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെക്കാട്ടും കുറച്ചുകൂടി കാലിന് നീളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 5 റിങ്ങൊക്കെ ചെയ്യാം കേട്ടോ.
ഇതിപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. സെയിം ഇതേ ഹൈറ്റിൽ തന്നെ വരും കേട്ടോ. സെയിം ഒരേ റിങ് ചെയ്യുന്ന സമയത്ത് സെയിം ഹൈറ്റ് തന്നെ വരിക രണ്ടെണ്ണത്തിന്. ഇതിന് രണ്ടിനും കൂടി നമുക്ക് അറ്റാച്ച് ചെയ്യണം. പൂ ചെയ്ത് അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുക. അവിടെ നമ്മളിപ്പോൾ ഒരു 4 റിങ് ഇട്ടിട്ടുണ്ട്. ഇതിന് ആകെ 3 റിങ് മാത്രം മതി. കാരണം വലിയ വിടത്തിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കാലുകൾ തമ്മിൽ ചെറിയ ഡോളല്ലേ, അതുകൊണ്ട് സെയിം പിന്നെ ഇതാ ഈ വിരലുകൾ വെച്ച് തന്നെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കുക. അപ്പോഴേ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള സ്ഥലം കിട്ടുള്ളൂ. അല്ല ഒരു കാലിൻ്റെ വിരൽ ഒരു സൈഡിലേക്കും മറ്റേ കാലിൻ്റെ വിരൽ വേറെ സൈഡിലേക്കായിരിക്കും പോവുക. ഇതിന് ചുറ്റുമായിട്ട് ഇനി സെയിം ക്രോഷ്യ മാത്രം ചെയ്ത് വരാം. നമ്മൾ പൂ ചെയ്ത് അതേപോലെ തന്നെ സെയിം ക്രോഷ്യ മാത്രം ചെയ്ത് വന്നാൽ മതി. ഒരു 2 റിങ് കഴിഞ്ഞതിന് ശേഷം ഫുൾ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗത്ത് മാത്രമായിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ 2 വെച്ച് അതിന് വെച്ച് അടുപ്പിച്ച് ഇങ്ങനെ എല്ലാ റിങ്ങിലും അതുപോലെ ചെയ്യേണ്ട. ഒരു 3 റിങ്ങിൽ മാത്രം സെയിം റിപ്പീറ്റേഷൻ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന റിങ് സെയിം ക്രോഷ്യ മാത്രം ചെയ്ത് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ചെറുതാക്കി കൊണ്ടുവരാണ് വേണ്ടത്. ഇത് ചെറുതാക്കി കൊണ്ടുതന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ, രണ്ടെണ്ണത്തിൽ ഒന്നാക്കി മാറ്റിയിട്ടുള്ളത്. സെയിം അതേപോലെ തന്നെയാണ് ചെയ്യട്ടോ. ഞാൻ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് നല്ലോണം ചെറുതാക്കി കൊണ്ടുവരാം. അതിന് മുകളിൽ ഒരു 4 ക്രോഷേ ചെയ്യണത് റിങ് ചെയ്യണത് എന്ത് ചെയ്യാം, അടുപ്പിച്ചിട്ട് രണ്ടെണ്ണത്തിന് ഒന്നാക്കി മാറ്റി. അത് രണ്ടെണ്ണത്തിന് ഒന്നാക്കി മാറ്റി 2 സ്റ്റിച്ച് ചെയ്യാം, വീണ്ടും രണ്ടെണ്ണത്തിന് ഒന്നാക്കി. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇത് ഏകദേശം ഈ രൂപത്തിൽ കിട്ടും. എല്ലാവർക്കും ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇതേപോലെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നോക്കാം നമുക്ക് ഷേപ്പ് വന്നിടണോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കിതിന് ഇതുമ്പോൾ തന്നെ ഹെഡ് പാർട്ട് ചെയ്യാൻ വേണ്ടത്.
2 റിങ് സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്ത് വരിക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്നില്ലേ, ഇതിന് വീണ്ടും 1 ഇടവിട്ടിട്ട് രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലൊക്കെ രണ്ടെണ്ണം വീതം സിംഗിൾ ക്രോഷ്യ ചെയ്ത് വരാം. അപ്പോൾ നമുക്കത് നല്ല വൃത്തായിട്ട് വരും. അങ്ങനെ ഒരു 2 വീതം ചെയ്യുക, പിന്നെ 3 വിട്ടിട്ട് ചെയ്യുക, പിന്നെ 4 വിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഏകദേശം നല്ല വലുപ്പമായിട്ട് വരും. ഇതിന് വീണ്ടും നമ്മൾ റൗണ്ടൊക്കെ ചെയ്യുമല്ലോ, റൗണ്ട് ചെയ്യുന്നത് പോലെ അതിനെ ചെറുതാക്കി കൊണ്ടുവരാം. ഇനി ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷേപ്പിനൊക്കെ നല്ല വ്യത്യാസം വരും. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ കുറച്ചുകൂടി എടുത്ത് തന്നത് രണ്ടെണ്ണം ഇടവിട്ടിട്ട് 2 വീതം ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ റൗണ്ട് ഷേപ്പിലേക്ക് കൊണ്ടുവരിക വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പ് മനസ്സിലാവും. 3 വീതം ചെയ്യുക, 4 വീതം ചെയ്യുക. ഇപ്പോൾ ഇതാ പകുതി വരെ ഹാഫ് സർക്കിൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ചെറിയ ഹെഡ് മതി, അതുകൊണ്ടാണ് ചെറുത്ത് ചെയ്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ എണ്ണം കൂട്ടി കൊടുക്കുന്നത് അടിയിൽ അതിൻ്റെ വിട്ട് കൂട്ടി കൊടുക്കണം. ഇനിയിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാക്കാം. ഇപ്പോൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എത്ര സർക്കിൾ എത്തി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റും. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് തുന്നി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾക്ക് ചെറുതാക്കി കൊണ്ടുവരാൻ വേണ്ടത് 2 ഒന്നാക്കി മാറ്റിയിട്ടുള്ള രീതിയിൽ. അത് ഫുള്ളായിട്ട് തുന്നേണ്ട, കാരണം വെച്ചാൽ നമുക്കിതിൽ പഞ്ഞി ഫില്ല് ചെയ്യാനുള്ളതുകൊണ്ടാണ്. ആവശ്യത്തിനുള്ള പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് പഞ്ഞി ഫില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക. ഇനി മോൾ ഭാഗം നമ്മൾ സാധാ തുന്നി കൊടുക്കല്ലേ, ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ തുന്നണ്ടേ എന്നുള്ളത്. അതുപോലെ തുന്ന വേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി 4 കൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാ നമ്മൾ 6 മാജിക് റിങ് ഉണ്ടാക്കിയിട്ട് അതിന് സിംഗിൾ ക്രോഷ്യ മാത്രം ഇങ്ങനെ ചെയ്ത് പോയതാണ്. അതായത് 2 കൈ വീതം വെക്കുന്നത് എന്താ വെച്ചാൽ, ആ ഫിലിം കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അതിന് 4 കൈ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടെയിലും ഉണ്ട്. പിന്നെ അതിൻ്റെ തലേൻ്റെ ഭാഗത്തായിട്ടൊരു ഗ്രീൻ കളറിലുള്ള ഒരു ഹെയർ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയതെന്നുള്ളത് ഞാൻ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഇയർ ചെയ്തിട്ടുള്ളത് ചെറിയ ക്രോഷ്യേൻ്റെ നൂല് വെച്ചിട്ടാണ്.
ജസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേൻ്റെ ഒരു റിങ് മാത്രം ഉണ്ടാക്കിയാൽ മതി, ഹാഫ് റിങ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇതൊക്കെ ഇതേപോലെ ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. പിന്നെ ഒരു ടെയിലുണ്ട്, അത് സാധാ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇയറും ഞാനിപ്പോൾ ആ തലയിലിൻ്റെ ഹെയർ ഭാഗമൊക്കെ അത് പിടിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ കണ്ണ് സെപ്പറേറ്റ് ചെയ്യാൻ പിടിപ്പിച്ചിട്ടുള്ളതാണ്. ടെയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഡൈനോസറിൻ്റെ ചെയ്തപ്പോൾ തന്നെ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇത് കൈയൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ അറ്റാച്ച് ചെയ്യാം. കൈൻ്റെ ഉള്ളിലൊന്നും പഞ്ഞി വല്ലാണ്ട് പിന്നിൽ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താ വെച്ചാൽ എന്നാൽ അതിങ്ങനെ ഒതുങ്ങി നിൽക്കുകയുള്ളൂ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കയറിയിട്ട് മെസ്സേജ് ചെയ്യുക.